നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 4 ജ്യൂസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മുടി തഴച്ചു വളരാനും, മുടി കൊഴിച്ചിൽ നിൽക്കാനും, മാത്രമല്ല മുടിയുടെ ഫ്രിസ്നെസ് മാറാനും, സ്കാൽപ്പിന്റെ ഡ്രൈനെസ് മാറാനും, സ്കാൽപ്പിൽ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ മാറാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന് നല്ല സ്ട്രെങ്ത് തരാനും, മാത്രമല്ല ഇന്ന് ഒരുപാടധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏജിങ് എന്ന് പറയുമ്പോൾ. ഈ ഏജിങ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന 2 പാർട്ടിലാണ്. ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നും, രണ്ടാമത് നമ്മുടെ മുടിയിലുമാണ്. അപ്പൊ നമ്മുടെ മുടിയിൽ ഏജിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 4 ജ്യൂസാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും 1-2 ദിവസം കുടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കരുത്, ഡോക്ടറെ വർക്ക് ആവുന്നില്ല, എന്റെ മുടിയിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന മെസ്സേജ് അയക്കരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ 1 to 1.5 മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ 2 ആഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അറിയപ്പെടാൻ സാധിക്കും. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാൻ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ജ്യൂസ് എന്ന് പറയുമ്പോൾ ആംല ജ്യൂസ്, അതായത് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് എന്ന് പറയും. ഈ നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്നത് വെച്ചാല് 3-4 നെല്ലിക്കയൊക്കെ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാ ദിവസവും ഒരു നെല്ലിക്ക. അപ്പൊ ഒരു ദിവസം എത്ര നെല്ലിക്ക നിങ്ങൾ കഴിക്കേണ്ടത്? ഒരു നെല്ലിക്ക വീതം കഴിക്കാവും. ഒരു നെല്ലിക്ക നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു നെല്ലിക്ക മിക്സിയിലേക്ക് ഇടുക. നിങ്ങൾക്ക് പച്ചക്ക് ചവച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ്, അങ്ങനെ ചെയ്യുക. പക്ഷെ നിങ്ങൾ അങ്ങനെ ചവച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു മിക്സി എടുക്കുക, ഒരു ജാറിന്റെ അകത്ത് ഒരു നെല്ലിക്ക പൊട്ടിച്ചിടുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിന്റെ കൂടെ കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ 1 കപ്പ് തൈര് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്ത് ഇറ്റ് ഇസ് മോർ ഗുഡ്, കാരണം പ്രോബയോട്ടിക് ആക്ഷൻ കൂടെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത് കുടിക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഓപ്ഷനിലാണ്. ഉപ്പ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ബ്ലഡ് പ്രഷർ കൂട്ടാനായിട്ട് ഒരുപാടധികം കാരണമാണ് നമ്മുടെ ഉപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ബ്ലഡ് പ്രഷർ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യുക. ഇറ്റ് ഇസ് ഓപ്ഷണൽ കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട. പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക വീതം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റും. സിങ്കിന്റെ ഒരു വലിയൊരു കലവറ തന്നെയാണ്, സെലീനിയത്തിന്റെ വലിയൊരു കലവറ തന്നെയാണ്, അയണിന്റെ വലിയൊരു കലവറ തന്നെയാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ. ഞാൻ എപ്പോഴും പറയും, ചെറിയൊരു സൈസിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നെല്ലിക്കയാണ്. സെയിം ലൈക്ക് നമ്മുടെ മുട്ട എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ ബോംബ് പോലെ ഒരുപാടധികം മിനറൽസിന്റെ, വൈറ്റമിൻസിന്റെ ബോംബാണ് നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാടധികം രീതിയിൽ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് നമ്മുടെ നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നെല്ലിക്ക കഴിക്കുന്നതിൽ നമ്മുടെ മുടിക്ക് ഒരുപാടധികം നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ വൈറ്റമിൻ സിയും അയണും ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാനും, അതുപോലെ തന്നെ അകാല നരയും, നമുക്ക് നല്ല രീതിക്ക് നരയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നര മാറ്റാൻ, ഒരു പരിധിവരെ നര കൺട്രോൾ ചെയ്യാനും ഈ ഒരു നെല്ലിക്ക എല്ലാ ദിവസവും കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അടുത്ത 2ാമത്തെ കാര്യമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. ഉലുവയെ പറ്റി പറയുവാണെങ്കിൽ ഉലുവയ്ക്കകത്ത് ഒരുപാട് അധികം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ ഉലുവയ്ക്കകത്ത് ഒരുപാടധികം എമൗണ്ടിൽ നിക്കോട്ടിനിക് ആസിഡ് ഉണ്ട്. ഈ നിക്കോട്ടിനിക് ആസിഡ് ആണ് നമ്മുടെ സ്കാൽപ്പിന് നല്ല സ്ട്രെങ്ത് കൊടുക്കാനും, സ്കാൽപ്പിന്റെ ഡ്രൈനെസ് മാറ്റാനും. ചില ആൾക്കാർക്കുണ്ട് ഈ അവരുടെ സ്കാൽപ്പ് ഇങ്ങനെ വിണ്ട് കീറി പൊട്ടാറുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റാനായിട്ട് ഈ നിക്കോട്ടിനിക് ആസിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ സ്കാൽപ്പിന്റെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് കൂടും. മുടിയുടെ സ്ട്രെങ്ത് കൂടുമ്പോൾ മുടി പൊട്ടിപ്പോകുന്നത് മുടി കൊഴിച്ചിലും മാറ്റാനായിട്ട് സഹായിക്കും. അപ്പൊ മുടി തഴച്ചു വളരാനും ഇത് സഹായിക്കും. അപ്പോൾ ഉലുവ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഉലുവ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു 100 ml വെള്ളം എടുക്കുക. ആ 100 ml വെള്ളത്തിന്റെ അകത്ത് 100-200 ml വരെ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഈ 100-200 ml വെള്ളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഉലുവ ഇടുക, 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഈ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രിഫറബിളി നിങ്ങൾ ഉലുവയായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാത്രം കുടിക്കുക, ഉലുവ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഉലുവ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അരി ഉഴുന്നൊക്കെ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ ചേർത്ത് ഈ ഉലുവയും കൂടി അരച്ചെടുക്കാം. ഇത് നിങ്ങൾ വീക്ക്ലി ഒരു 3 times 4 times ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യമാണ് അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോൾ. അലോവേരയെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അലോവേരയെ പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്, ഉലുവയെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അലോവേര എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇതിന്റെ അകത്ത് ബേസിക്കലി ഒരുപാടധികം രീതിയിൽ വാട്ടർ ഉണ്ട്. അപ്പൊ ഹൈഡ്രേഷന് വളരെയധികം നല്ലതാണ്. മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ സി ഉണ്ട്. മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഉണ്ട്. ഈ അലോവേരയിൽ 90% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലെ ഫ്രിസിനെസ് മാറ്റാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഈ അലോവേര എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഉണ്ടായതുകൊണ്ട് തന്നെ ഹെയർ റീഗ്രോത്തിനും വളരെയധികം നല്ലതാണ്. മാത്രമല്ല അലോവേരയ്ക്കകത്ത് അസീമെനിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്. ഈ അസീമെനിൻ എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മുടെ സ്കാൽപ്പിന്റെ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ വരുന്ന ഫ്രിസിനെസ്സും സ്കാൽപ്പിൽ വരുന്ന ഇൻഫ്ലമേഷൻ തടയാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുടി തഴച്ചു വളരാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഈ അലോവേര ജ്യൂസ് എന്ന് പറയുമ്പോൾ.
ഇനി അലോവേര ജ്യൂസ് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? നിങ്ങൾ ആ ഒരു അകത്ത് അലോവേരയ്ക്ക് അകത്തുള്ള ഒരു ജെല്ല് എടുക്കുക, അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഈ 2 ടേബിൾ സ്പൂൺ ജെല്ല് നിങ്ങൾ കരിക്ക് വെള്ളത്തിന്റെ കൂടെയോ ലെമൺ ജ്യൂസിന്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. കരിക്ക് വെള്ളത്തിന്റെ കൂടെയോ അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ ന്യൂട്രിയൻസ് കൂടെ കിട്ടും. രണ്ട് നിങ്ങൾക്ക് കിട്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പച്ചവെള്ളം നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യമാണ് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുമ്പോൾ, ക്യാരറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ അകത്ത് ഒരുപാടധികം ബീറ്റാ കരോട്ടിനോയിഡ്സ് ഉണ്ട്. ക്യാരറ്റിന്റെ അകത്ത് നമ്മുടെ മുടിക്ക് സ്കിന്നിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എയും ബീറ്റാ കരോട്ടിനോയിഡ്സ് ഒരുപാടധികം രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിനും അതുപോലെ തന്നെ മുടിയുടെ ഏജിങ് പ്രിവെന്റ് ചെയ്യാനും വളരെ നല്ലൊരു കാര്യമാണ് ഈ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ. മാത്രമല്ല ഹെയർ റീഗ്രോത്തിനും വളരെയധികം നല്ലതാണ്. മാത്രമല്ല ക്യാരറ്റ് ഒരുപാടധികം ഫൈബർ റിച്ച് ആണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന ക്യാരറ്റ് പച്ചയ്ക്ക് തന്നെ കഴിക്കാനാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാം, റോ ആയിട്ട് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജ്യൂസ് അടിക്കുമ്പോൾ നിങ്ങൾ ആ നാരോട് കൂടി തന്നെ നിങ്ങൾ അരിക്കാതെ കുടിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒട്ടും വരില്ല. ചില ആൾക്കാർ പറയും ജ്യൂസ് അടിച്ച് ഇങ്ങനെ അരിക്കാതെ കുടിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ തട്ടുന്ന പോലെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചു കുടിക്കാം. പക്ഷെ പ്രിഫറബിളി നിങ്ങൾ പച്ചക്ക് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കാതെ കഴിക്കുക. മറ്റൊരു കാര്യമാണ് നമ്മുടെ മോര് അല്ലെങ്കിൽ തൈര് എന്ന് പറയുന്നത്. തൈര് ആക്ച്വലി ഒരു ഫാറ്റി കണ്ടന്റ് കൂടുതൽ ഉണ്ടായതാണ് ഞാൻ എപ്പോഴും മോര് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. തൈരാണെങ്കിലും മോരാണെങ്കിലും വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആക്ഷൻ ആണ്. ഞാൻ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തൈരും മോരും പ്രോബയോട്ടിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്താണ്, നമ്മുടെ വയറിന്റെ അകത്തുള്ള ഗുഡ് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഈ ഗുഡ് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ഏജിങ് കുറയ്ക്കാനും നമ്മുടെ മുടി തഴച്ചു വളരാനും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാടധികം നല്ല ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു തൈരും മോരും തരുന്നത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ കഴിക്കാം? നിങ്ങൾക്ക് ഈ തൈരോ മോരോ നിങ്ങൾ എടുക്കുക. ഈ 1 കപ്പ് തൈരോ മോരോ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അതിന്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും 2 തണ്ട് പുതിനയും അതുപോലെ തന്നെ 2 തണ്ട് മല്ലിയിലയും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നെല്ലിക്ക ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് നിങ്ങൾ കുടിക്കുക. ഇത് വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ്. നിങ്ങൾക്ക് ഒരുപാടധികം രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. കാരണം കറിവേപ്പില നമുക്കറിയാം അകാല നര മാറ്റാൻ വളരെ നല്ലതാണ്, മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. മാത്രമല്ല മോര് എന്ന് പറയുമ്പോൾ സ്കാൽപ്പിന് ഡ്രൈനെസ് ഫ്രിസിനെസ് മാറ്റാൻ വളരെ നല്ലതാണ്, താരം മാറ്റാൻ വളരെ നല്ലതാണ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് മാറ്റാൻ നല്ലതാണ്. മല്ലിയിലയും പുതിനയിലയും നമ്മുടെ സ്കാൽപ്പിന് ഡ്രൈനെസ് മാറ്റാൻ നല്ലതാണ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്, മുടിയുടെ റീഗ്രോത്തിന് വളരെയധികം നല്ലതാണ്. മാത്രമല്ല നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകാല നര മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അലോവേരയും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ കറ്റാർവാഴയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ആവും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ജ്യൂസുകൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ മുടിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ മുടിയിൽ കാണും. അപ്പോൾ നിങ്ങൾ ഇത് ഒരു 1 to 1.5 മാസം നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ അറിയാൻ പറ്റും. 1-2 ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. മിനിമം ഒരു 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 1 to 1.5 മാസമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്. ബൈ.